കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ തന്നെ വയനാട് യുണൈറ്റഡും തമ്മിലാണ് മത്സരം. ആൻഡ് വയനാട് യുണൈറ്റഡ് FC ലൈനപ്പിലേക്ക് വരാം നമുക്ക്. ഗോൾ ബാറിന് താഴെ മുർഷിദ് ഉണ്ട്. ഡിഫൻസീവ് ലൈനിൽ സിബി, ജിഷ്ണു കറന്റ്ലി KCB. ആൻഡ് വയനാടിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. മാത്രം കണ്ടിട്ടുള്ള ടീമാണ്. പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു ഡെലിവറി. ബ്യൂട്ടിഫുൾ. വയനാട് യുണൈറ്റഡ് KCBക്കെതിരെ ഇതാദ്യമായി മിന്നൽ അടുപ്പിക്കുന്നു വയനാട് യുണൈറ്റഡ് FC. ആക്രമണം നടത്തുന്നു വയനാട് യുണൈറ്റഡ് FC. അപ്രതീക്ഷിതമായി നിന്നിരുന്ന ഒരു മൊമെന്റിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അവിടെ അജയ്, ജസ്റ്റ് നമ്പർ 13 അജയ്, ഹി സോ ഫ്യൂരിയസ്. തീർച്ചയായും ആ ഒരു ഗോള് ഒരുപാട് മെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നേരം KCB ഒന്നാം പകുതി അവസാനിക്കുന്നു. ഇൻസൈഡിലേക്ക് ഓടി കട്ട് ചെയ്ത് കയറി ആ താരത്തിലേക്ക് അനായാസം പന്ത് എത്തിയാനെ മിഷാലിലേക്ക്. വീണ്ടും അരുൺ കുക്കിംഗ്. ഏരിയയിൽ അരുൺ, വീണ്ടും അരുണിന്റെ ക്രോസ് ഇൻകമിങ്. നല്ലൊരു KCBയെ വീണ്ടും മിന്നലടിപ്പിക്കുന്നു വയനാട് യുണൈറ്റഡ് FC. വീണ്ടും അവിടെ ആ ഒരു ക്രോസ്, ആ ഒരു പാസ് കൃത്യമായി വരുത്തുന്നത് അരുൺലാലാണ്. അരുൺലാൽ അകത്തേക്ക് വെച്ച് നീട്ടിയ പന്തിനെ ക്ലിയർ ചെയ്യുന്നതിന് പകരം ഒരു പാസ്സാക്കി മാറ്റി, ആ പാസിനെ ഒരു ഗോളാക്കി മാറ്റി. വീണ്ടും വലയ്ക്കകത്തേക്ക് വഴി തിരിച്ചുവിടുന്നു നിഹാൽ. മുന്നിലേക്ക്, പക്ഷെ നേരെ പുറകിൽ കാത്തുനിന്ന് സിബിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഓവർ ഹെഡ് നല്ല ഒന്നാം തരം ഒരു ഡെലിവറി. മൂന്നാമത് ഗോൾ. ദിൽജിത്തിന് വേണ്ടി വെച്ച് നീട്ടിയ ആ ഒരു പന്ത് വീണ്ടും ഒരു നട്ട്മഗ് വഴിയാണ് ആ പാസ് സ്വീകരിച്ച് ഫസ്റ്റ് ടച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയി എടുത്ത് ഒന്നാം തരം ഡെലിവറി. നല്ലൊരു ഒന്നാം തരം റോക്കറ്റ്. യെസ്, അവിടെ വീണ്ടും ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റിയാണ് വീണ് കിട്ടുന്നത്. പങ്കെടുത്തിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. വീണ്ടും അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്നോണം നാലാമത് ഗോൾ ഒരു റോക്കറ്റ് പോലെ പോകുന്നത് എന്ന്. ഡെലിവറി വീണ്ടും അമീൻ്റെതാണ്, ക്യാപ്റ്റൻ അമീൻ. ആ ഒരു പ്രൊസീഡിങ്സ് അദ്ദേഹത്തിന്റെ ഒരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട്